നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കെയർ. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. തൃശൂരിൽ വീതിയിലാഴ്ത്തി ആന ഇടഞ്ഞോടി. കൊല്ലത്ത് നിന്നും തൃശൂരിലേക്ക് ഉത്സവത്തിനെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആന ചെമ്പൂക്കാവ് ടൗൺ ഹാളിന് മുന്നിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതിനിടെയാണ് ഇടഞ്ഞോടിയത്. 2 കിലോമീറ്ററോളം ദൂരം പരിഭ്രാന്തി പരത്തി ചേറൂർ ഗാന്ധിനഗർ ഹൗസിംഗ് കോളനിയിലെത്തിയ ആന വഴികളിലുണ്ടായിരുന്ന കാർ, ഓട്ടോറിക്ഷ, ഇരുചക്രവാഹനങ്ങൾ എന്നിവയും വീടുകളുടെ മതിലുകളും ഗേറ്റുകളും തകർത്തു. 2 മണിക്കൂറോളം ജനങ്ങളെ മുൾമുനയിൽ നിർത്തിയ ആന ഒടുവിൽ പോലീസും വനം വകുപ്പും എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ഏറെ പണിപ്പെട്ട് കാലിൽ ചങ്ങല ബന്ധിച്ച് തളയ്ക്കുകയായിരുന്നു. ചെറുതുരുത്തിയിൽ മൃതദേഹവുമായി പോയ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചു. മൃതദേഹവുമായി സംസ്കാര ചടങ്ങുകൾക്കായി ഷൊർണൂർ ശാന്തിതീരത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസും കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആംബുലൻസിലുണ്ടായിരുന്നവരും കാർ യാത്രക്കാരും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൈപ്പറമ്പിൽ ഭൂനികുതി അടയ്ക്കൽ പ്രതിസന്ധിക്ക് പരിഹാരം. BTR രേഖകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ആശ്വാസം. ഗ്രാമപഞ്ചായത്തിലെ ആഞ്ഞൂർ, കൈപ്പറമ്പ്, മുണ്ടൂർ വില്ലേജുകളിലെ BTR രേഖകൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നൂറുകണക്കിന് കുടുംബങ്ങൾ നേരിട്ടിരുന്ന രൂക്ഷമായ ഭൂനികുതി പ്രതിസന്ധിക്കാണ് ഒടുവിൽ ശാശ്വത പരിഹാരമായത്. നികുതി അടയ്ക്കാൻ സാധിക്കാത്തത് മൂലം കർഷകർക്ക് നെല്ലിന്റെ സബ്സിഡിയും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും തടസ്സപ്പെട്ടതോടെ പഞ്ചായത്ത് ഭരണസമിതി അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. ചേലക്കരയിൽ ടാക്സി കാറിടിച്ച് ചികിത്സയിലായിരുന്ന വയോധിക മരണത്തിന് കീഴടങ്ങി. അന്തിമഹാകാളൻകാവ് സ്വദേശിനി 79 വയസ്സുള്ള ബീപാത്തുമ്മയാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ പങ്ങാരപ്പള്ളി സ്വദേശിനി ഓടിച്ചിരുന്ന ടാക്സി കാർ ഇവരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് തീവ്രപരിചരണ വിഭാഗത്തിലും പ്രവേശിപ്പിച്ചു. എങ്കിലും അർദ്ധരാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു.